ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. ആഹാ, ഈ ഫോട്ടോ കൊള്ളാമല്ലോ. ഈ സമയത്തെ നീതുവിനെ ഗർഭിണിയാന്ന് പറഞ്ഞുകൊണ്ട് നീ ഇരിക്കുമായിരുന്നു. ആഹാ, നാട്ടിലെടുത്ത ഫോട്ടോസാണോ? അതെ, നല്ലത് നോക്കി എനിക്കൂടെ അയക്കണേ. ഗുഡ് മോർണിംഗ് ഏട്ടത്തി. ഗുഡ് മോർണിംഗ്. സാധാരണ നേരത്തെ എണീക്കുന്നതാണല്ലോ, ഇന്നെന്ത് പറ്റി? 5-6 ദിവസം മാറി കിടന്നുകൊണ്ട് ഉറക്കം ശരിയല്ലേ? ഇന്നലെ നല്ലോണം ഉറങ്ങി. ടേസ്റ്റ് എവിടെ? ദാ കേട്ടില്ലേടാ അവള് പറഞ്ഞത്. അവക്ക് ഈ വീട്ടിൽ വന്നപ്പോഴാ ഉറക്കം ശരിയായെന്ന്. എന്ന് വെച്ചാൽ എന്താ അവക്ക് ഈ വീട് സ്വന്തം പോലെ ആയതുകൊണ്ടാ, അതുകൊണ്ടല്ല അവര് താമസിച്ചെടുത്ത് കൊതു ആയതുകൊണ്ടാ. ആ മോളെ എണീറ്റോ? ചായ എടുക്കട്ടെ? വേണ്ട, ആദ്യം ഒന്ന് ഫ്രഷ് ആവട്ടെ. ജോലിക്ക് പോണം. അതിനിപ്പോൾ എന്താ? അല്ല, 3-4 ദിവസം ജോലിയായിട്ടിരുന്നപ്പോഴേ ഇന്ന് ജോലിക്ക് പോകണമെന്ന് ഓർത്തപ്പോൾ വിഷമം. ഒരു കാര്യം ചെയ്യാം, അടുത്ത മാസം നമുക്ക് വീണ്ടും ട്രിപ്പ് പോവാം. അയ്യോ, ഇനിയിപ്പോഴേ ലീവില്ല. 6 മാസത്തിന് നല്ല തിരക്കാ. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, അത് കഴിഞ്ഞ് പോവാം. എന്തേ? ഞാനൊന്ന് ഫ്രഷായി വരാം സുഭാഷ് ചേട്ടാ. നിനക്ക് ചായ വേണ്ടേ? വേണ്ട. പറഞ്ഞത് കേട്ടോ, 6 മാസം കഴിഞ്ഞ് ഒന്നുകൂടെ പോവാന്ന് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞത് കേട്ടോ, ഓക്കേ എന്ന്. അതിനിപ്പോൾ എന്താ? എടാ, അതിനർത്ഥം അവക്ക് എൻ്റെ കൂടെ വരാൻ ഇഷ്ടമല്ലയോന്നല്ലയോ? സുധീഷ് ചേട്ടനോടൊപ്പോ? അതെ. ഹരീഷും നികേഷും ചിരിക്കുന്നു. പിന്നെ കാണിക്കുന്ന നിധിയുടെ ഓഫീസിലെ സാറ് വരുന്നു. ഇവനെന്താ ഇവിടെ? ഹലോ, നിങ്ങളുടെ കസിൻ നിധി ഇവിടെ ഇല്ലേ? ഉണ്ട്. 1-2 ദിവസമായി ഓഫീസിൽ വന്നിട്ട്, അതുകൊണ്ടൊന്ന് അന്വേഷിച്ചിട്ട് പോവാന്ന് കരുതി. അല്ല, അതിനവള് ലീവ് പറഞ്ഞല്ലേ? അതൊക്കെ ശരി. എന്തെങ്കിലും വലിയ പ്രശ്നമുണ്ടോ എന്ന് കരുതി. നിധി ഓക്കെ അല്ലയോ? നിധി ഓക്കെയാണ്. പക്ഷെ നിങ്ങളിത് അന്വേഷിക്കാൻ വേണ്ടി ഇത്രയും ദൂരം വന്നത് എന്തിനാന്നാ മനസ്സിലാവാത്തത്? ഞാൻ ഇതുവഴി പോയപ്പോൾ നിധിയുടെ വീട് ഇവിടെ ആണല്ലോ, ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ഇതുവഴി പോയപ്പം കയറിയതാണല്ലേ? അതെ, ഞാൻ കരുതി അന്വേഷിച്ച് വന്നതാണെന്ന്. അല്ല. ഹായ്, നമസ്കാരം. എന്താ ഇവിടെ നിൽക്കുന്നത്? അകത്തേക്ക് വാ. എടാ, ഇങ്ങനെ പുറത്ത് നിർത്തിയാണോ സംസാരിക്കുന്നേ? വാ അകത്തേക്ക്. നിധി, ഇങ്ങോട്ട് വാ. ആരാ വന്നേന്ന് നോക്ക്. ദാ വരുന്നു സുഭാഷ് ചേട്ടാ. പിന്നെ മുഖ്യമന്ത്രി നേരിട്ട് വന്നേക്കുമല്ലയോ? ഈ സുഭാഷ് ചേട്ടനെ കൊണ്ട് തോറ്റു. എന്താ സിദ്ധാർത്ഥ ഇവിടെ? അല്ല, നിധിയെ 3-4 ദിവസമായിട്ട് കണ്ടിട്ടില്ല. ഞാൻ ലീവ് പറഞ്ഞായിരുന്നല്ലോ. അത് ശരിയാ, പക്ഷെ എന്തെങ്കിലും അസുഖം ഉണ്ടോന്നൊരു ടെൻഷൻ. അതാ വന്നത്. ഞാനേ ചായ എടുക്കാൻ. ഹായ്. അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഇല്ല. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നിധിയെ ഓർത്തോ, അതാ ഇങ്ങോട്ട് വന്നത്. ഞാൻ ദാ ഓഫീസിലേക്ക് ഇറങ്ങുമായിരുന്നു. ഈ സംസാരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക വേണ്ടത്. ഞങ്ങൾ വീട്ടുകാരെല്ലാവരും കൂടെ തറവാട്ടമ്പലത്തിൽ പോയിരിക്കുമായിരുന്നു, അതാ ലീവ് എടുത്തത്. ഓ, അത് ശരി. ഓ, ഞാനാ വെറുതെ ടെൻഷൻ അടിച്ചത്. ദാ ചായ. താങ്ക് യു. ദാ ആ ഗ്ലാസും തന്നെ. നികേഷ്, ഇത് പിടിക്ക്. ഇനി എണീക്ക്. കുറെ നേരമായി നീ നെഹളിക്കുന്നു. ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കുന്ന എല്ലാവരുടെയും വീട്ടിൽ പോയി നീ അന്വേഷിക്കുമോ? എടാ, കുറെ നേരമായല്ലോ നീ അവളോട് പല്ലിടിച്ച് വർത്താനം പറയുന്നു. ഹരീഷെ, വേണ്ട. പിന്നെ എന്തിനാടാ നീ ഇങ്ങോട്ട് അന്വേഷിച്ച് വന്നത്? സുധീഷ, വേണ്ട. ഒന്ന് അടങ്ങിയിരിക്കുന്ന നിധി. കുറെ നാളായിട്ട് നിന്നെ ഞാൻ ഊങ്ങി വെച്ചിരിക്കുക. എന്റെ വീട്ടിൽ വന്ന് നീ അവളുടെ മുന്നിൽ സ്റ്റാർ ആവാൻ നിൽക്കുക അല്ലേ? അടി കൂടുന്നു. സുധീഷ് കസാര എടുത്ത് അടിക്കാൻ തുടങ്ങുമ്പോഴത്തേന് നിധി സുധീഷയെന്ന് വിളിക്കുന്നു. സുധീഷിനെ ഹരീഷും സുഭാഷ് ചേട്ടനോട് വിളിക്കുന്നു. നീ എന്താ തറയിലേക്ക് തുറപ്പിച്ച് നോക്കി നിൽക്കുന്നേ? ഏതായാലും ഞാൻ വിചാരിച്ച പോലെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഭാഗ്യം. അങ്ങനെ വിചാരിക്കാൻ നീ ആരാടാ പരട്ടെ? പെട്ടെന്ന് റെഡിയായ നമുക്ക് ഒരുമിച്ച് പോവാം. അയ്യോ വേണ്ട, സിദ്ധാർത്ഥ് പൊക്കോ. അയ്യോ, എനിക്ക് ബുദ്ധിമുട്ടില്ല. നിധി വന്നോളും. ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ഇറങ്ങുന്നത്. ഇയാള് ചെല്ല്. ഓക്കെ, എന്നാ ശരി, ഞാൻ പോട്ടെ. അപ്പോൾ ശരി നിധി, ഓഫീസിൽ വെച്ച് കാണാം. ഓ, അവൻ്റെ ഒരു സുഖാന്വേഷണം. അയാൾ ആളത്ര ശരിയല്ല. അതെന്താ? നിധിയേട്ടത്തി അന്വേഷിച്ച് വന്നോണ്ടാന്നോ? അതെ. അയാൾ എന്തിനാ നിധി അന്വേഷിച്ച് വരുന്നത്? ഇതിലേ വന്നപ്പോൾ വെറുതെ കയറിയെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞില്ലയോ? വെറുതെ കയറാൻ എന്താ? ഇതെന്താ സത്രമോ? എടാ, അവിനാശി പണിക്ക് വന്നില്ലേ? ഞാൻ അന്വേഷിച്ച് പോകത്തില്ലയോ? അവിനാശിനെ അന്വേഷിച്ച് ചേട്ടൻ പോകുന്ന പോലെയാണോ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കുന്ന നിധി അന്വേഷിച്ച് അയാൾ വരുന്നത്? എന്താ വ്യത്യാസം? ഓ, ചെല്ല്. അടുക്കള വേറെ പണിയുണ്ടോ നോക്ക്. യോ, അടുപ്പിലൊരു സാധനം ഇരിപ്പുണ്ട്. ഓ, ചെല്ല്. എന്നാൽ ഞാനും ഇറങ്ങുവാ. കുറേ വണ്ടി കൊടുക്കാനുണ്ട്. ഇനി അവനെങ്ങാനും വഴിയിലെങ്ങാനും വെയിറ്റ് ചെയ്യുമോ? നിധി ഏതെങ്കിലും വലിയ കമ്പനി ജോലിക്ക് കയറുന്നതാണ് നല്ലത്. ഇത് വിടാൻ നോക്ക്. അയ്യടാ, ജോലിക്ക് കയറിയിട്ട് 2 മാസം ആയപ്പോഴത്തേനും ഞാൻ ജോലി വിടാനോ? സുധീഷിന് എന്താണ്ട് വട്ടുണ്ടോ? വാ നികേഷേ. വട്ടല്ലേ എനിക്ക്? ഹലോ, വട്ട് സുധീഷ് ചേട്ടന് തന്നെയാണ്. എടാ, ഞാൻ പോട്ടെ. വള്ളി ആയല്ലോ. സുഭാഷ് ചേട്ടാ എന്തിനെങ്ങനെ ഓടിക്കതച്ചത്? സുഭാഷ് ചേട്ടനെ കണ്ടോണ്ട് വന്നതാണ്. സുഖമല്ലേ? അതെ. സുഭാഷ് ചേട്ടാ, എനിക്കൊരു കാര്യം പറയണമായിരുന്നു. മനസ്സിലായി, അറിഞ്ഞായിരുന്നു. വീട്ടുകാർ വേറെ കല്യാണം കഴിപ്പിക്കാൻ നോക്കിയല്ലേ? എങ്ങനെയെങ്കിലും ആരെ കൊണ്ടെങ്കിലും കെട്ടിപ്പിച്ചാൽ മതിയെന്നായിരിക്കും അല്ലേ? സുഭാഷ് ചേട്ടന് മനസ്സിലായല്ലോ. അപ്പം ഞാൻ അവിടെ കഴിയുന്നത് എങ്ങനെയായിരിക്കും? പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടാ ഞാൻ അവിടെ കഴിയുന്നത്. എന്നിട്ട് അവർ എന്നെ പറ്റിച്ച് കല്യാണം കഴിപ്പിക്കാൻ നോക്കി. അപ്പോഴോ? ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ സുഭാഷ് ചേട്ടൻ തെറ്റിദ്ധരിക്കുമോ? ആ വീട്ടിൽ എത്ര കാലം കഴിയുമെന്ന് എനിക്കൊരു പിടിയില്ല. എങ്ങനെങ്കിലും അവരെന്നെ കല്യാണം കഴിപ്പിക്കാൻ നോക്കും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ അവരെന്നെ എന്തെങ്കിലും ചെയ്യും. എൻ്റെ ആങ്ങളെ ഒരു പിശാച. ദുരഭിമാനക്കൊല്ലാന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും. അങ്ങനൊന്നും പറയല്ലേ. സത്യമാ സുഭാഷ് ചേട്ടാ. അവിടെ ഉള്ളത് എൻ്റെ വീടാന്ന് തോന്നില്ല. അവിടെ ഉള്ളവർ എനിക്ക് വേണ്ടി എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊക്കെയാ മോളെ പറയുന്നത്? ഹരീഷിനെ കെട്ടി അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യുമെന്നാ പറയുന്നത്. ഞാൻ തീരുമാനം മാറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഊഹിക്കാമല്ലോ. അതെ സുഭാഷ് ചേട്ടാ, ഇങ്ങനത്തെ അവസ്ഥയിൽ എത്ര നാൾ കഴിഞ്ഞു പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ സുഭാഷ് ചേട്ടാ.
ഞാൻ പറയുന്നത് സുഭാഷ് ചേട്ടന് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഞാൻ എത്ര പിടിവാശി പിടിച്ചാൽ എൻ്റെ വീട്ടുകാർ ഹരീഷുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കുമെന്ന് സുഭാഷ് ചേട്ടന് തോന്നുന്നുണ്ടോ? അവർക്ക് ഹരീഷിനോടുള്ള ദേഷ്യവും ഇഷ്ടക്കേടും കുറയാനും പോകുന്നില്ല. അവർക്ക് വേണ്ടി ഞാൻ ഹരീഷിനെ മറക്കാനും പോകുന്നില്ല. പിന്നെയുള്ള ആകെ ഒരു വഴി ഹരീഷിനെ വിവാഹം ചെയ്ത് ഞാൻ അങ്ങോട്ട് വരുമെന്ന് മാത്രമാണ്. ഒരു തവണ ഞാൻ അങ്ങനെ ചെയ്ത അന്ന് എന്നെ ഹരീഷ് തന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി. അന്ന് അവൻ എന്നോട് പറഞ്ഞു എന്താണെന്നറിയോ? സുഭാഷ് ചേട്ടൻ്റെ കല്യാണം കഴിത അവൻ എന്നെ ഒരിക്കലും വിവാഹം ചെയ്യത്തില്ലെന്ന്. ഞങ്ങളുടെ വിവാഹം നടന്ന സുഭാഷ് ചേട്ടൻ്റെ കല്യാണം ഒരിക്കലും നടക്കത്തില്ലെന്ന് അവൻ്റെ പേടി. സുഭാഷ് ചേട്ടൻ്റെ കല്യാണം ഒരിക്കലും നടന്നില്ലെങ്കിലോ എന്ന് ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവനൊന്നും മിണ്ടിയില്ല. അതിനർത്ഥം സുഭാഷ് ചേട്ടൻ കെട്ടിയില്ലെങ്കിൽ അവനെ ഒരിക്കലും എന്നെ കല്യാണം കഴിക്കത്തില്ലെന്നല്ലയോ? ഇത്രയും കാലം അവൻ്റെ പുറകെ നടന്ന ഞാൻ ആരായി? ഹരീഷിൻ്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി. സുഭാഷ് ചേട്ടൻ്റെ കല്യാണത്തിന് മുമ്പ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ സുഭാഷ് ചേട്ടൻ്റെ ലൈഫിനെ ബാധിക്കുമായിരിക്കും. അതാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അവരുടെ പ്ലാൻ എന്താണെന്നൊരു പിടിയില്ല. അത് ഞാൻ ഹരീഷിനോട് പറഞ്ഞതാ. അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞത്. ഇതിനൊരേ ഒരു പോംവഴിയേ ഉള്ളൂ. സുഭാഷ് ചേട്ടൻ വേഗം വേറെ ആരെങ്കിലും വിവാഹം കഴിക്കണം. അത് നടന്നില്ലേ ഞങ്ങളുടെ വിവാഹം നടക്കത്തില്ലേ? നീതു, അങ്ങനെയൊന്നും നടക്കത്തില്ല. എൻ്റെ വിവാഹം തമ്മിൽ ഇതിലെന്തോ കാര്യം? ഞാൻ വേണമെങ്കിൽ ഹരീഷിനോട് സംസാരിക്കാം. അയ്യോ, അതൊന്നും വേണ്ട. അതുകൊണ്ട് അവൻ എന്നെ ഉപേക്ഷിക്കാനും മടിക്കത്തില്ല. സുഭാഷ് ചേട്ടൻ എന്ന് വെച്ചാൽ അവൻ അത്രയ്ക്ക് ജീവനാ. എങ്ങനെയെങ്കിലും സുഭാഷ് ചേട്ടന് കല്യാണം സെറ്റായ പിന്നെ ഞങ്ങളുടെ ഭാഗം ക്ലിയർ ആവും. ഹരീഷ് ഒരിക്കലും ഇത് സുഭാഷ് ചേട്ടനോട് പറയത്തില്ല. സുഭാഷ് ചേട്ടൻ ഒരു തടസ്സമാവുമെന്ന് വിചാരിക്കുമെന്നാ അവൻ്റെ പേടി. സുഭാഷ് ചേട്ടനെ ഒരു തടസ്സമായിട്ട് കണ്ടിട്ടല്ല ഞാൻ ഇതൊക്കെ പറയുന്നത്. എൻ്റെ അവസ്ഥയും നോക്കണമല്ലോ. പ്ലീസ്, എത്രയും പെട്ടെന്ന് ഒരു കല്യാണം സെറ്റാക്കണം. ഞാൻ വരട്ടെ? ഞങ്ങൾ തനിയെ പൊക്കോളും. നിങ്ങൾ എന്തിനാ കൂടെ വരുന്നത്? ഞാൻ അതിന് ബസ് സ്റ്റോപ്പ് വരെയല്ലേ വരുന്നുള്ളൂ. ബസ് കയറി അതിന് കൂടെ വരാനൊന്നും പോകുന്നില്ലല്ലോ. അവൾ വന്നില്ലേ? ഏട്ടത്തിയുടെ വായിന്ന് കേട്ടത് പോരെ? ഇവനെന്ത് പറ്റി? വരാറായില്ലേ? നീ ഇതാരെ നോക്കുന്നേ? ഞാൻ ആരെ നോക്കാൻ? എന്താടാ? നിന്റെ ചിരിയിലൊരു വശപിശകുണ്ടല്ലോ. സാറിനെ കാരണം ചിലരെ സ്ഥിരമായിട്ട് ബസ് സ്റ്റോപ്പിൽ എത്താറുണ്ട്. അതാരാ? അത് വെറുതെ ഓരോന്ന്. ഏട്ടത്തിക്ക് എന്താ? ഡാ ആണോ? ഡാ അതാണോ? ഇങ്ങനെ നോക്കി നിൽക്കില്ലേ? റെഡ് ഷോളോ വൈറ്റ് ഷോളോ? റെഡ് ഷോള്. എടാ, ഈ കുട്ടി ഏതാ? മറ്റേത് ജോസേട്ടൻ്റെ മോള് ജിസയോ? ഈ കുട്ടിയെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഈ നാട്ടിലെ എല്ലാ പെൺകുട്ടിയുടെ സെൻസസ് നിങ്ങളുടെ കയ്യിലുണ്ടോ? നിധി, ഈ നാട്ടിൽ ജനിച്ചു വളർന്നല്ലയോ ഞാൻ. അപ്പോൾ പ്രസവിച്ച കുട്ടികൾ മുതൽ വയസ്സായ കിളവിമാർ വരെ അറിയാം. അയ്യോ, ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല. നാട്ടിലുള്ള ആൾക്കാരില്ലയോ? ആ കുട്ടിക്ക് ഒരു ഓട്ട കിട്ടുമ്പോൾ ആ കുട്ടി കയറി പോകുന്നു. നികേഷിന് വിഷമാവുന്നു. ഓട്ടയെ കയറി ആ കുട്ടി തിരിഞ്ഞു നോക്കുന്നുണ്ട്. നികേഷിന് സന്തോഷമാവുന്നുണ്ട്. വന്നതും ആ കുട്ടി കയറി പോയല്ലോടാ. നിങ്ങൾ രണ്ടുപേരും അടി ഉണ്ടാക്കുമല്ലായിരുന്നോ? ആ കുട്ടി എന്നെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു. എടാ, അങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അങ്ങോട്ട് എന്ന് സംസാരിക്കണം. വെറുതെ ഇടിച്ചു കയറി ഓരോന്ന് സംസാരിക്കത്തില്ലേ? അങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കണം. എന്നാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇതൊക്കെ എന്നോട് ചോദിക്കണ്ടായോ? അയ്യോ, വെറുതെ നിധി. വെറുതെ ഒരു സ്റ്റാർട്ടിംഗ് ടേബിൾ ഉണ്ടെങ്കിൽ അവനത് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. പിന്നെ കാണിക്കുന്ന സുഭാഷ് ചേട്ടനെ. എന്താ ഭയ്യ ഇങ്ങനെ ഇരിക്കുന്നത്? ഒന്നുമില്ല, ഒരു സുഖം തോന്നുന്നില്ല. വേണമെങ്കിൽ വീട്ടിലേക്ക് പൊക്കോ. ഇവിടെയെല്ലാം ഞാൻ നോക്കിക്കോളാം. സാരമില്ല, നീ തുടങ്ങിക്കോ. അഭിനാഷ്, അന്ന് ചാന്ദിനി അന്വേഷിച്ചിട്ട് വീട്ടുകാർ വന്നിട്ട് എന്തായി? അവർ മടങ്ങിപ്പോയി. അന്ന് നിങ്ങളുടെ കൂടെ അവിടെ വന്നത് നന്നായി. അല്ലെങ്കിൽ അവർ ചാന്ദിനിയെ കൊണ്ടുപോയേനെ. എൻ്റെ അമ്മയ്ക്ക് അവൾ എൻ്റെ കൂടെ ഉണ്ടെന്നറിയാം. അമ്മ പറയത്തില്ല. അവൾക്ക് ഇഷ്ടമല്ലാത്ത കല്യാണം അമ്മയ്ക്കും ഇഷ്ടമല്ല. അവൾക്ക് ഇഷ്ടമല്ലാത്ത വിവാഹം നടത്തല്ല അഭിനാഷേ. ഇല്ല ഭയ്യ, അവൾക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും ഞാൻ ചെയ്യത്തില്ല. ചെല്ലെന്ന. ബ്രോക്കർ വരുന്നു. സുഭാഷേ, ബാ. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? എൻ്റെ കല്യാണക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാ. അത് കൊള്ളാമല്ലോ. ഞാൻ എവിടുന്നെങ്കിലും ആലോചന കൊണ്ടുവരുമ്പോൾ താൻ പോകുന്നതല്ലാതെ താൻ ഇതിലൊന്നും ഇറങ്ങി പുറപ്പെടാറില്ലല്ലോ. ഇനി അങ്ങനെ നോക്കിയാൽ പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം. എവിടുന്നുള്ള പെണ്ണായാലും കുഴപ്പമില്ല, എങ്ങനെയുള്ള ആളായാലും കുഴപ്പമില്ല. എന്താണ് ഇത്ര ധൃതി? എനിക്ക് കല്യാണം കഴിക്കാനുള്ള ധൃതി കൊണ്ടല്ല. ഞാൻ കല്യാണം കഴിക്കാതെ ഹരീഷ് കല്യാണം കഴിക്കത്തില്ലെന്നാണ്. അതാ, നിനക്ക് മുമ്പ് സുധീഷ് കെട്ടില്ലേ? പിന്നെന്താ ഹരീഷിന് കെട്ടിക്കൂടെയോ? അതുകൊണ്ട് തന്നെ ഹരീഷ് അങ്ങനെ ചെയ്യത്തില്ലെന്ന് വാശി പിടിക്കുക. ഞാൻ കാരണം അവൻ്റെ ജീവിതത്തെ ബാധിക്കല്ല. ഞാൻ എന്താടാ പെണ്ണുങ്ങളെ കീശയിലിട്ടുകൊണ്ട് നടക്കുവാണോ? തനിക്ക് വേണ്ടി എത്ര ആലോചനയാണ് ഞാൻ കൊണ്ടുവന്നത്. ഇക്കാലത്ത് പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെക്കാട്ടിലും ഡിമാൻഡ് കൂടുതലാണ്. നന്നായിട്ട് പഠിച്ചിരിക്കണം, നല്ല ശമ്പളം വേണം, വീട് നന്നായിരിക്കണം, അങ്ങനെ ഒത്തിരി ഡിമാൻഡുകളാണ്. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ. എന്തായാലും ഞാൻ നോക്കാം. നല്ല കുടുംബത്തിൽ നിന്ന് വേണമല്ലോ. എനിക്കങ്ങനെ ഒരു ഡിമാൻഡും ഇല്ല. സൗന്ദര്യമോ സാമ്പത്തികമോ കുടുംബമോ അങ്ങനെ ഒന്നും ഒരു ഡിമാൻഡും ഇല്ല. നമ്മുടെ വീട്ടിൽ കഴിയാൻ തയ്യാറുള്ള ആൾ, അത്രയും മതി. അപ്പോഴേ ഒരു ബ്രോക്കർക്ക് ഒരു കോള് വരുന്നു. ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ഞാനേ ഒരു മീറ്റിങ്ങിലാണ്, ഞാൻ പിന്നെ വിളിക്കാവേ. രാവിലെ തുടങ്ങി 3ാമത്തെ തവണയാണ് വിളിക്കുന്നത്. ഭർത്താവുമായിട്ട് ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത പെണ്ണ. ഡിവോഴ്സ് കിട്ടാൻ ഇനിയും 2 മാസം എടുക്കും. അപ്പോഴേക്കും ചെറുക്കനെ കണ്ടുപിടിച്ച് നിശ്ചയം നടത്തണമെന്ന് പെണ്ണിന് വാശി. ഇവിടെ ആദ്യ കെട്ടിനെ ആളെ കെട്ടാനില്ല, പിന്നെയല്ലേ 2ാം കെട്ടിന്.
അതിനൊരു ഡിവോഴ്സ് ആയ ചെറുക്കനെ തപ്പണം. അപ്പം ശരി സുഭാഷേ, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം സുഭാഷേ, പേടിക്കാതിരിക്കുക, നമുക്ക് ശരിയാക്കാം. അതെ, പൈസ ഫോണിലിട്ടിട്ടേക്കണം. അപ്പോൾ ശരി. പിന്നെ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ.